ശബരിമലയിൽ തിരക്ക് വീണ്ടും വർദ്ധിക്കുകയാണ്. തിരക്ക് കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടത്താവളങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പിടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ശ്യാം പ്രസാദ് സി കെ അഭിലാലും വിവരങ്ങളുമായുണ്ട്. ആദ്യം ശ്യാമിലേക്കാണ്. ശ്യാം, വീണ്ടും ഈ ശബരിമലയിലെ തിരക്ക് വലിയ പ്രശ്നം തന്നെയായിരുന്നു. വീണ്ടും ഈ തിരക്ക് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ, എങ്ങനെയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നത്? അക്ഷയ, ശബരിമല സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ മുതൽ വലിയ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഭക്തർ വലിയ തോതിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ ഏകദേശം 90,000-അടുത്തായിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ്. അതിന് ആനുപാതികമായി തന്നെ 8,000-ഓളം തന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. ഇങ്ങനെ വരുന്ന ഭക്തരെ ഇന്നലെ ഏകദേശം രാത്രി 11 മണിക്ക് നടയടക്കുമ്പോൾ തന്നെ നടപ്പന്തൽ വരെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. പിന്നീട് രാത്രിയോടുകൂടി അവരെ കയറ്റിവിട്ടു. അതിനുശേഷം പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് ഏകദേശം 8,000-ഓളം പേർ 8 മണിയോടുകൂടി തന്നെ നട കയറി കഴിഞ്ഞു. 18-ാം പടി കയറി. ഏകദേശം മിനിറ്റിൽ 70-75 പേരെ വെച്ചാണ് 18-ാം പടി വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെയില്ല. ഭക്തർക്ക് കൃത്യമായ രീതിയിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ലഘുഭക്ഷണങ്ങൾ പല ഇടങ്ങളിലായി എത്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പമ്പയിലെത്തുന്ന ഭക്തരെ എത്രയും വേഗം ശബരിമലയിൽ എത്തിച്ച് ദർശനം പൂർത്തിയാക്കി തിരികെ വിടാനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റ് ഇടത്താവളങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഭക്തരെ തടയുകയും അവർക്ക് അവിടെ കൃത്യമായ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം അടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭക്തരെ കൃത്യമായ രീതിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ കയറ്റിവിട്ട് അങ്ങനെ ഒരു വലിയൊരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. 18-ാം പടിയിലും മറ്റും കൃത്യമായ രീതിയിൽ തന്നെ ഓരോ 20 മിനിറ്റ് ഇടവേളകളിൽ പോലീസ് ചേഞ്ച് ചെയ്ത് ആളെ കയറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം മിനിറ്റിൽ 75 പേരെ വീതം ആണ് ഇപ്പോൾ നിലവിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ ക്യൂ ഉള്ളത് തന്നെ ശരംകുത്തി വരെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്കൻഡിൽ 70-ഓളം പേരെ ദർശനത്തിന് സാധ്യമാക്കത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണം കൂടുതൽ പോലീസുകാരെയും സന്നിധാനത്തേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. സി കെ അഭിലാലിലേക്ക് കൂടി പോവുകയാണ്. അഭിലാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ വാഹനങ്ങളൊക്കെ പലയിടങ്ങളിലായി പിടിച്ചിട്ട് ഒരു നീണ്ട നിര. ഇവിടെ മുതലാണ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ പിടിച്ചിട്ട് തുടങ്ങുന്നത്. വാഹനങ്ങളുടെ ഈ വലിയ നിര വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സന്നിധാനം അതോടൊപ്പം തന്നെ ശരണപാതയിലൊക്കെ തന്നെ അല്പം തിരക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ പരിധിയിൽ വരുന്ന കലഞ്ഞൂർ മുതൽ ലാഹ മേഖലയിലടക്കം വാഹനങ്ങൾ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകൽ സമയത്തുമായി വിവിധയിടങ്ങളിൽ തടഞ്ഞിട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഒരു പ്രധാനപ്പെട്ട പാർക്കിംഗ് ഏരിയ എന്നുള്ള തരത്തിൽ വാഹനങ്ങൾ പിടിച്ചിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം പത്തനംതിട്ട ഇടത്താവളമാണ്. പിന്നീട് റാന്നിക്ക് സമീപം കൂനങ്കര ലാഹ മേഖലകളിലും ഇപ്പോഴും വാഹനങ്ങൾ തടഞ്ഞിട്ടിട്ടുണ്ട്. അതേസമയം സന്നിധാനത്തു നിന്ന് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലേക്ക് ആയിരുന്ന ദേവസ്വം ബോർഡ് അംഗം അജികുമാർ ലാഹയിലും കൂനങ്കരയിലും വാഹനങ്ങൾ അനധികൃതമായാണ് തടഞ്ഞിട്ടിരിക്കുന്നത് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് പോലീസുകാരുമായി തർക്കിക്കുന്ന സ്ഥിതിയുണ്ടായി. കാരണം സന്നിധാനവും പമ്പയും കടന്ന് അദ്ദേഹം വന്ന മേഖലയിൽ എവിടെയും കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതേസമയം റോഡിൽ വാഹനങ്ങൾ വലിയ തോതിൽ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം ഇടപെടുന്നതിന് കാരണമാക്കിയ സാഹചര്യം. തുടർന്ന് പോലീസുകാരുമായി തർക്കിക്കുന്നതിനിടയിൽ പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് യാത്ര പുനരാരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളെത്തി. പോലീസിൻ്റെ ഒരു ഇടപെടൽ ഇത്തരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. പോലീസ് അനാവശ്യമായി റോഡിൽ വാഹനങ്ങൾ തടയുന്നു എന്നുള്ള വിഷയം അദ്ദേഹം യോഗത്തിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് പോലീസ് വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടതെന്നും പമ്പയിലെയും സന്നിധാന മേഖലയിലെയും തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം.